ആദം നബി അലൈഹി സ്വലാമിനിക്ക് അള്ളാഹുവിലെ എല്ലാ പേരുകളും വസ്തുക്കളുടെ പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ എന്ത് പേരുകളാണ് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ച ഉണ്ട്. ഇപ്പൊ ഇതിലിങ്ങനെ ഉദാഹരണമായിട്ട് ഇൻസാൻ, മനുഷ്യൻ, ദാബത്ത്, സമാ, അറള്, ഹൈല്, ഹിമാർ, കുതിര, കൈത, ഓരോ വസ്തുക്കളുടെ പേരുകളും എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്മ സ്വഹഫത്തി വൽ കിദരി, ചട്ടി, പാത്രം, പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, കയ്യില്, ഹത്തൽ ഫസ്വത്ത വൽ ഫുസിയത്ത വരെ എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ നിസാരമായ ഫസ്വത്തും ഫുസിയത്തൊക്കെ ഉണ്ടല്ലോ. ഫസ്വത്ത് അർത്ഥം പറയണോ? പറഞ്ഞാൽ നിങ്ങൾക്ക് മോണ്ടില്ലെന്നോ? അതോ വായു എല്ലോ എന്നാണ് അത്. അള്ളാഹ് പറഞ്ഞതല്ല, എല്ലാ വസ്തുക്കളെയും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മുഫസ്സിരീങ്ങളുടെ ഒരു നിഗമനാണ് ഈ പറയുന്നത്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതെ, നമുക്ക് അതിനെ പറ്റിയൊന്നും നമുക്ക് കൂടുതൽ അതൊന്നും നമ്മളൊരു അക്കീതിപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഒരു ഇജ്മാല് മനസ്സിലാക്കിയാൽ മതി ഇതിനെ പറ്റിയൊക്കെ. അതിലൊന്നും നമ്മൾ വല്ലാതെ കൂടണ്ടെന്ന് എനിക്ക് തോന്നണേ. എല്ലാ വസ്തുക്കളുടെ പേരുകളും ഇന്ന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിലൊരു സംഭവം പറയുന്നുണ്ട്. നാളെ ഖിയാമത്ത് നാളില് ആളുകൾ ഈ ആദം നബി അലൈഹി സ്വലാമിനെ സമീപിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എല്ലാ പ്രവാചകന്മാരടുത്തും പോവും ഷഫായത്തിന് വേണ്ടി. ആ ഒരു സംഭവം ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. മോമിനിയങ്ങളൊക്കെ പാടെ ഖിയാമത്ത് നാളിലെന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങും, റബ്ബിലേക്ക് നമ്മളൊരു ശുപാർശകനെ കണ്ടെത്തിയാൽ എത്ര നന്നായിരുന്നു. ഒന്ന് സ്വർഗത്തുക്കോ നരകത്തുക്കോ ഒരു തീരുമാനമാവാൻ, ഒരു വിചാരണക്ക് കളമൊരുങ്ങാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഉണ്ടല്ലോ ഖിയാമത്ത് നാളിൽ. അവർ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക ആദ്യമായിട്ട്. നമ്മളൊക്കെ അന്നിങ്ങനെ രസത്തിലൊക്കെ പറഞ്ഞത് പോകുന്നു, നമുക്കൊന്ന് ആദ്യം നബിതങ്ങളുടെ അടുത്തേക്കാണ് പോകാമെന്ന്. കാരണം അതിന് വീട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ, അതൊന്നും പോവില്ല. അതിലൊക്കെ ഒരു ഹിക്മത്തുകൾ പലതും ഉണ്ടാവും മുസ്തഫ. നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മഹത്തായ പദവി അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അതിന് ഉലുൽ അസ്മികളുടെ അടുത്തൊക്കെ ചെല്ലണം. എന്നിട്ട് ഓലൊക്കെ പറയാനുള്ളത് പറയണം. എന്താ പറയണമെന്നറിയോ? ആദം നബിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയാണ്, അന്ത അബുന്നാസ്, അങ്ങ് എല്ലാ ജനങ്ങളുടെയും പിതാവാണ്. അല്ലാഹു തആല സ്വന്തം കൈകൊണ്ട് അങ്ങയെ സൃഷ്ടിച്ചതാണ്. അല്ലാഹു തആല തന്റെ മലായികത്യങ്ങളെ കൊണ്ടൊക്കെ അങ്ങേക്ക് സുജൂദ് ചെയ്യിക്കുകയും ചെയ്തു. എല്ലാ വസ്തുക്കളുടെ പേരുകളും അങ്ങേക്ക് അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അവിടെ നമ്മൾ പോയിട്ട് ആദം നബിയോട് നാളെ പറയുന്നത്. ഇത്രയും വലിയ മഹിമയും പോരിശൊക്കെയുള്ള അങ്ങ് ഞങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം വിചാരണ നടക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് നല്ല റായത്താക്കി തരട്ടെ, അതിനു വേണ്ടി നിങ്ങളൊന്ന് പറയും. ഫയക്കുല്ലസ്തൂനാക്കും, ഞാൻ എൻ്റെ ആളല്ല. എന്താ പറയുള്ളൂ? ഞാൻ പറയണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഞങ്ങൾക്ക് അറിയില്ലേ?